हरे कृष्णा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण। ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭക്തിരസമൃദ്ധ സിന്ധു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മൾ ഇന്ന് അധ്യായം 13 നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ മുന്നത്തെ അധ്യായത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയിട്ട് തുടങ്ങാം അല്ലെ. ക്വസ്റ്റ്യൻസ് ഏതായിരുന്നു? 12ാമത്തെ അധ്യായത്തിന്റെ അല്ലെ. മധ്വാചാര്യരുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവരിൽ ഏതാണ് ആത്മീയ ഗ്രന്ഥങ്ങളുടെ? മാതാജി 11 ഉണ്ട്. സോറി. രൂപഗോസ്വാമിയെ പോലുള്ള വൈഷ്ണവാചാര്യന്മാരുടെ അഭിപ്രായത്തിൽ ദാസഭാവം എന്നാൽ എന്താണ്? ഹരേ കൃഷ്ണ. ഭഗവത് സേവനം ചെയ്യുക. സ്കന്ദപുരാണം അനുസരിച്ച് ആരെയാണ് ശുദ്ധ ഭക്തന്മാരായി പരിഗണിക്കുന്നത്? ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുന്നു. ഒഴിഞ്ഞു നിൽക്കുന്നത് അല്ലെ. നാരദീയ പുരാണ പ്രകാരം വിമുക്തരായി കണക്കാക്കുന്നത് ആരെയാണ്? ഭഗവാന്റെ അടുത്ത് സുഹൃത്തായി കണ്ട് സേവിക്കുന്നത്. സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏതാണ്? നാരദീയ പുരാണ പ്രകാരം വിമുക്തരായിട്ട് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഇതാണ് അധ്യായം 11 അല്ലെ. സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിമുക്തരായിട്ട് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? സേവനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ. സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് പോലും വിമുക്തരായിട്ട് കാണപ്പെടുന്നു. എല്ലാവരും അത് തന്നെയല്ലേ? എനിക്ക് ഓർമ്മ വരുന്നില്ല അതിന്റെ ആൻസർ. ഓക്കെ. ശരി. അടുത്തത് സുഹൃത് ഭാവത്തിലുള്ള ഭക്തി സേവനത്തിലെ അന്തരംഗദാസൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഭഗവാന്റെ അടുത്ത സുഹൃത്തായി കണ്ട് ഭഗവാന്റെ അടുത്ത സുഹൃത്തായി കണ്ട് സേവിക്കുക. ഭഗവത്ഗീതയിൽ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് പറയുന്നത് ആരെയാണ്? ഹരിഭക്തി വിവേകത്തില് ആത്മനിവേദനത്തെ ഏത് ഉദാഹരണം വഴിയാണ് വിശദീകരിക്കുന്നത്? കടലിൽ ചേരുന്ന നദിയുടെ അവസ്ഥ. ശ്രീമദ് ഭാഗവതം അനുസരിച്ച് ഭഗവാന് സമർപ്പിക്കേണ്ട ഏറ്റവും ഉത്തമമായ വസ്തു ഏതാണ്? ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു. ഏറ്റവും പ്രിയപ്പെട്ടത്. ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു. നാരദ പഞ്ചരാത്ര പ്രകാരം ഒരു ഭക്തൻ തന്റെ പ്രായോഗിക ജീവിതം എങ്ങനെ പ്രവർത്തിക്കണം? മുഴുവൻ കാര്യങ്ങളും ചെയ്യണം. കൃഷ്ണാബോധത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. നൃസിംഹ പുരാണത്തിൽ ഭഗവാൻ നൽകുന്ന ഉറപ്പ് എന്താണ്? അഭയം പ്രാപിക്കുന്നവനെ എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കും. നാളെ നരസിംഹ ചതുർത്ഥി. നരസിംഹ ഇതാണ് കേട്ടോ. എന്താണ്? ജയന്തി. നരസിംഹ ജയന്തിയാണ്. ഞാൻ മറന്നു. നരസിംഹ ജയന്തിയാണ്. ശരിക്കും നാളെ ഉപവാസമാണ്. പറ്റുന്ന പോലെ ചെയ്യാം. സ്കന്ദപുരാണം അനുസരിച്ച് തുളസിച്ചയുടെ പ്രത്യേകത എന്താണ്? പാപസഞ്ചയങ്ങളിൽ നിന്ന് നശിക്കാൻ സാധിക്കുന്നത്.
12ാമത്തെ അധ്യായം മധ്വാചാര്യന്റെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ആത്മീയ ഗ്രന്ഥങ്ങളുടെ ഗണത്തിൽപ്പെടാത്തത്? പെടുന്നതല്ലേ മാതാജി? പെടുന്നതല്ലേ മാതാജി? അല്ലേ? ഗണത്തിൽ പെടുന്നതല്ലേ, ഉൾപ്പെടുന്നതല്ലേ? ഉൾപ്പെടുന്നു. പുരാണങ്ങൾ, രാമായണം, വേദങ്ങൾ, ഉപനിഷത്ത്, പുരാണങ്ങൾ, രാമായണം, മഹാഭാരതം എന്നിവയെ അടിസ്ഥാനമാക്കി ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് വേദവൃക്ഷത്തിന്റെ പക്വമായ ഫലം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? ഭാഗവതത്തെ എല്ലാ വേദങ്ങളുടെയും സാരസർവസമായതുകൊണ്ട്. സ്കന്ദപുരാണം അനുസരിച്ച് വൈഷ്ണവ സാഹിത്യങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? പത്മപുരാണത്തിൽ മഹാദേവൻ പാർവതി ദേവിയോട് പറയുന്നത് പ്രകാരം ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന ഏതാണ്? ഭഗവാന്റെ ഭക്തന്മാരെ ആരാധിക്കുന്നത്. ആദ്യ പുരാണത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്ന യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം എന്താണ്? മാത്രം. ബ്രഹ്മാണ്ഡ പുരാണം അനുസരിച്ച് മഥുര എന്ന പുണ്യഭൂമിയുടെ സ്പർശനം കൊണ്ട് ലഭിക്കുന്ന ഫലം 3 ലോകങ്ങളിൽ തീർത്ഥാടനം നടത്തിയാൽ ലഭിക്കുന്ന പുണ്യം. മാസത്തിൽ അനുഷ്ഠിക്കുന്ന പ്രധാന വ്രതം ഏതാണ്? ദാമോദരവ്രതം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അഭിപ്രായത്തിൽ ശ്രീമദ് ഭാഗവതം ആരാടാണ് പഠിക്കേണ്ടത്? സാക്ഷാത്കാരം നേടിയ ഭഗവാന്റെ തിരുനാമവും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പത്മപുരാണം പറയുന്നത് എന്താണ്? വ്യത്യാസമില്ല, 64 നിയാമക തത്വങ്ങളിൽ മധുരയെ കുറിച്ച് എത്ര തവണ പരാമർശിക്കുന്നുണ്ട്? 4 തവണ. 4 തവണ. അധ്യായം 13 അല്ലേ? 12. അധ്യായം 13 ഭക്തിയുടെ സേവനത്തിന്റെ 5 പ്രബല രൂപങ്ങൾ. അതാണ് 13ാമത്തെ അധ്യായം. ഭക്തിയുടെ സേവനത്തിന്റെ 5 പ്രബല രൂപങ്ങൾ. അതാണ് ഏതിൽ പറയണത്? 13ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. ഏതൊക്കെയാണത്? 5 എണ്ണം. വിഗ്രഹാരാധന, മധുരാവാസം, ഭക്തി ഭക്തജന സംസർഗം, ഭാഗവത ശ്രവണം, കീർത്തനം. എന്തൊക്കെയാണെന്ന് പറഞ്ഞ? വിഗ്രഹ ആരാധന, മധുരാവാസം, ഭക്തജന സമ്പർക്കം, ഭാഗവത ശ്രവണം, കീർത്തനം, നാമജപം. പ്രഭു ഇതാണ് കേട്ടോ പഞ്ചാംഗ ഭക്തി എന്ന് പറയുന്നതിന് 5 എണ്ണം ഏതൊക്കെയാണ്? 1 നാമജപം, ഭാഗവത ശ്രവണം, വിഗ്രഹാരാധന, മധുരാവാസം, സംസർഗം. ശ്രീ രാധാ ഗോവിന്ദിക്ക് ജയ്, ശ്രീല പ്രഭുപാദിക്ക് ജയ്. അപ്പൊ ഈ 5 എണ്ണാണ് നമ്മള് ഇതില് പറയുന്നത്. ഈ വിഗ്രഹാരാധന, മൂർത്തിയാരാധനയാണ് ഒന്നാമത്. അപ്പൊ ഈ അധ്യായത്തിൽ പറയുന്നത് ഈ 5 കാര്യങ്ങളെ എടുത്ത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. കാരണം നമ്മള് എല്ലാവരും ഈ 64 നിയാമക തത്വങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ്. ഈ 64 എണ്ണം നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ 5 എണ്ണം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് എന്നും. അതുകൊണ്ടാണ് അത് ഈ 5 എണ്ണം പ്രധാനപ്പെട്ട 5 എണ്ണമായിട്ട് അതിനെ എടുത്തു പറയുന്നത്. കാരണം ഈ 64 എണ്ണം പാലിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ ഈ 5 എണ്ണം നമ്മൾ ചെയ്യണം.
പിന്നെ ആദ്യത്തെ 20 എണ്ണം അല്ലെ, ആദ്യത്തെ 20 എണ്ണം, അതിൽ ആദ്യത്തെ 3 എണ്ണം ഒന്നുകൂടി പ്രധാനപ്പെട്ടതാണ്. കാരണം അതിലൂടെ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ, ഇത് ചെയ്യാനുള്ള വഴിയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ ലാസ്റ്റായി 5 എണ്ണം പറയുന്നത് പ്രധാനപ്പെട്ടത്. ഒന്നാമത്താണ് എന്ത്, വിഗ്രഹാരാധന, മൂർത്തി ആരാധന. അപ്പൊ രൂപഗോസ്വാമി പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തെ, ഭൗതിക ലോകത്തെ നിന്റെ ചങ്ങാതികളുമായുള്ള കൂട്ടുകെട്ടിൽ നിന്നുണ്ടാകുന്ന ആനന്ദം അനുഭവിക്കാൻ ആഗ്രഹമുള്ള ആളാണ് നീയെങ്കിൽ കേശിഘട്ടയുടെ തീരത്ത് നിൽക്കുന്ന കൃഷ്ണനെ നോക്കരുത്. അദ്ദേഹം ഗോവിന്ദനാണ്. അത്യന്തം വശ്യമാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ. കയ്യിൽ ഓടക്കുഴൽ, നെറുകയിൽ മയിൽപ്പീലി, ആകാശത്തിലെ നറുനിലാവിൽ കുളിച്ച് വെട്ടിത്തിളങ്ങുന്ന തിരുവിടൽ. അപ്പൊ പറയാണ്, നീ എന്താണ് പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തെ, ഭൗതിക ലോകത്ത് നിന്റെ ചങ്ങാതികളുമായുള്ള കൂട്ടുകെട്ടിൽ നിന്നുണ്ടാകുന്ന ആനന്ദം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതാണ് നീയെങ്കിൽ നിനക്ക് ഭൗതികമായ ആഗ്രഹങ്ങള്, ഭൗതികമായിട്ടുള്ള ആഗ്രഹം, അത് ഭൗതികമായിട്ടുള്ള കൂട്ടുകെട്ട്, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് നിനക്ക്, അത് നീ ആഗ്രഹിക്കാണ്. അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും എവിടേക്ക് നോക്കരുത്, കേശിഘട്ടിലെ, വൃന്ദാവനത്തിലെ സ്നാനഘട്ടത്തിന്റെ പേരാണ് എന്ത്, കേശിഘട്ട്. ആ കേശിഘട്ടിന്റെ തീരത്തുള്ള ഭഗവാനെ നീ നോക്കരുത്. കാരണം അതാരാണ്, ഗോവിന്ദനാണ്. അത്യന്തം വശ്യനാണ് ആര്, ഗോവിന്ദൻ എന്ന് പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ സർവ്വ ആകർഷകനാണ്, അത്യന്തം വശ്യനാണ്. ആ കണ്ണുകള്, അതുപോലെ തന്നെ ഓടക്കുഴല്, കയ്യില് നെറുകയില് മയിൽപ്പീലി, പിന്നെ ആകാശത്തിലെ നറുനിലാവിൽ കുളിച്ച് വെട്ടിത്തിളങ്ങുന്ന തിരുവിടല്. ഇങ്ങനത്തെ ആ രൂപമാണ് ആരുടെ, ഭഗവാൻ കൃഷ്ണന്റെ. ആ കൃഷ്ണനെ നീ നോക്കരുതെന്നാണെന്ന് പറയുന്നത് രൂപഗോസ്വാമി പറയുന്നത്. വീട്ടിൽ വെച്ച് പൂജിക്കുന്ന ശ്രീമൂർത്തിയോട്, അതായത് കൃഷ്ണ വിഗ്രഹത്തോട് സ്നേഹമുള്ള ആൾ സമൂഹത്തോടും സുഹൃത്തുക്കളോടും മറ്റുമുള്ള ബന്ധം മറക്കുമെന്ന് സാരം. അതിനാൽ വീട്ടിൽ കൃഷ്ണ വിഗ്രഹം സ്ഥാപിച്ച് സകുടുംബം അതിനെ ആരാധിക്കേണ്ടത് ഓരോരുത്തരുടെയും ധർമ്മമാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തിരിക്കണം, വീട്ടില് കൃഷ്ണന്റെ വിഗ്രഹം വെച്ച് ആരാധിക്കേണ്ടത് ധർമ്മമാണെന്നാ പറയുന്നത്. കാരണം ഭഗവാൻ കൃഷ്ണനെ സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് എന്താണ്, സമൂഹത്തിനോടും സുഹൃത്തുക്കളോടും മറ്റുമുള്ള ബന്ധം മറക്കുമെന്ന് സാരം. അതിനാൽ വീട്ടിൽ എന്ത് ചെയ്യണം, അപ്പൊ നമുക്ക് ആ ഭൗതികമായിട്ടുള്ള ഒരു വിരക്തി നമുക്ക് വന്നുകൊണ്ടിരിക്കും, ഭഗവാനോടുള്ള ഒരു ആസക്തി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്തിരിക്കണം നമ്മള്, ഭഗവാന്റെ വിഗ്രഹം വീട്ടില് ആരാധിക്കേണ്ടത് ഓരോരുത്തരുടെയും ധർമ്മമാണെന്നാ പറഞ്ഞത്. സകുടുംബം ആരാധിക്കണം, എല്ലാവരും എന്ത് ചെയ്യണം, ഭഗവാനെ ആരാധിക്കണം. അടുത്തത് രണ്ടാമത്തെ എന്താണ്, വിഗ്രഹാരാധന കഴിഞ്ഞാല് ഭാഗവത ശ്രവണം, ഭാഗവത പാരായണം. രൂപഗോസ്വാമി പറയുന്നത്, എന്റെ വങ്കനായ സുഹൃത്തെ, ഫലകാംക്ഷയോടുള്ള കർമ്മങ്ങളുടെ ഫലത്തെയും സാമ്പത്തിക നേട്ടങ്ങളെയും മുക്തിയെയും എല്ലാം അപവദിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിന്റെ മംഗളദായകത്വത്തെ കുറിച്ച് നിങ്ങൾ ഒട്ടൊക്കെ കേട്ടിരിക്കുമല്ലോ. ഇനിയിപ്പോൾ ഭഗവാന്റെ ലീലാവിലാസങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗവതത്തിലെ ദശമ സ്കന്ധത്തിലെ ശ്ലോകങ്ങൾ ക്രമേണ നിങ്ങളുടെ കർണങ്ങളിലൂടെ ഹൃദയത്തിലെത്തുമെന്ന കാര്യം തീർച്ചയായി. അപ്പൊ പറയുന്നത്, ഫലകാംക്ഷയോടെ കർമ്മങ്ങളുടെ ഫലം, ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മങ്ങള്, ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളും സാമ്പത്തിക നേട്ടവും മുക്തിയുടേതെല്ലാം അപവദിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിന്റെ മംഗളദായകത്വത്തെ കുറിച്ച് നിങ്ങൾ ഒട്ടേക്ക് കേട്ടി. അപ്പൊ ഭാഗവതത്തിന് കുറെ മംഗള ഗുണങ്ങളുണ്ട്, അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ എന്താണ്, ഭഗവാന്റെ ലീലാവിലാസങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ശ്ലോകങ്ങള് ക്രമേണ നിങ്ങളുടെ കർണങ്ങളിലൂടെ ഹൃദയത്തിലെത്തുമെന്ന കാര്യം തീർച്ചയായും. ഇനി നിങ്ങൾക്ക് എന്ത് സാധിക്കും, ഇതൊക്കെ കേട്ട്, അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണ്, ഇതൊക്കെ കേട്ട് നമുക്ക് ഭഗവാനോടുള്ള ഒരു ആഗ്രഹം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്ത് സാധിക്കും, അതായത് ഭാഗവതം നമ്മൾ കേൾക്കേണ്ടത് എങ്ങനെയാണ്, അതിൽ ഓർഡറിലാണ് നമ്മൾ പോകേണ്ടത്. 1, 2, 3, 4 സ്കന്ധത്തിലൂടെ നമ്മൾ പോകണം. അങ്ങനെ നമുക്ക് 10ാമത്തെ സ്കന്ധത്തിൽ എത്തുമ്പോൾ എന്ത് സാധിക്കും, ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ലീലാവിലാസങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന ആ സ്കന്ധത്തില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ശ്ലോകങ്ങള് ക്രമേണ നിങ്ങളുടെ കർണങ്ങളിലൂടെ ഹൃദയത്തിലേക്ക് എത്തുമെന്ന് തീർച്ചയാണ്. അത് നമുക്ക് കർണത്തിലൂടെ നമ്മളെ ഹൃദയത്തിലേക്ക് പോകുമെന്ന് പറയാണ്. സാമ്പത്തിക ലാഭം, അനുഷ്ഠാനപരമായ കർമ്മങ്ങളുടെ ഫലം, സായുജ്യം എന്നിവയെല്ലാം ചപ്പുചവറ് പോലെ എറിഞ്ഞു കളയാതെ ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കാനാവില്ലെന്ന് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭാഗവതത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, സാമ്പത്തിക ലാഭം, അനുഷ്ഠാനപരമായ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം, പിന്നെ സായുജ്യം, ഇതൊക്കെ ചപ്പുചവറാണെന്ന് വിചാരിച്ച് എറിഞ്ഞു കളഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ, ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അല്ലാത്തൊരിത് കേട്ടിട്ട് ഒരു കാര്യമില്ല എന്നുള്ള തുടക്കത്തിൽ പറയുന്നുണ്ട്. ഭക്തിയുടെ സേവനത്തെ കുറിച്ച് മാത്രമാണ് ഭാഗവതം പറയുന്നത്. പരിത്യാഗത്തിന്റെ സത്ത ഉൾക്കൊണ്ട്
ശ്രീമദ് ഭാഗവതം പഠിക്കുന്ന ആളിന് മാത്രമേ ദശമസ്കന്ധത്തിൽ വിവരിച്ചിട്ടുള്ള ഭഗവാന്റെ ലീലാവിലാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പൊ ആ പരിത്യാഗം ഇവിടെ എന്താ പറഞ്ഞത്? ഭഗവാനെ കുറിച്ച് ഭക്തിയുടെ സേവനത്തെ കുറിച്ച് മാത്രമാണ് എന്തിൽ പറയുന്നത്? ഭാഗവതത്തിൽ പറയുന്നത്. പരിത്യാഗത്തിന്റെ സത്ത ഉൾക്കൊണ്ട്, പരിത്യാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മള് നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങളാണ് നമ്മളവിടെ ത്യജിക്കുന്നത്, ഇല്ലാതാക്കുന്നത്. അങ്ങനെ ശ്രീമദ് ഭാഗവതം പഠിക്കുകയാണെങ്കിൽ ഭഗവാന്റെ വിലാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തത് ഹരേ കൃഷ്ണ. ഭക്തിയുടെ ഉന്നത ശ്രേണിയിലുള്ള ഭക്തന്മാരുമായിട്ടുള്ള സമ്പർക്കം. ഒരു ഭക്തൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: എന്റെ കണ്ണീര് കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട ഭഗവത് സ്വരൂപം കണ്ടതിന് ശേഷം എന്റെ ശരീരം വിറകൊണ്ടതും ഭൗതിക കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹം എന്നെ പരാജയപ്പെടുത്തിയതും അത്ഭുതകരമായിരിക്കുന്നു. എനിക്ക് വീട്ടിൽ മൗനമായിരിക്കാൻ വയ്യ. എപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു യഥാർത്ഥ ഭക്തനെ കണ്ടുമുട്ടാൻ ഭാഗ്യമുണ്ടാകുന്ന നിമിഷം തന്നെ കൃഷ്ണനെ കുറിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും ഔത്സുക്യം കാണിക്കണമെന്ന് സാരം. അതായത് കൃഷ്ണാവബോധത്തിൽ തൽപരനാകണം എന്നർത്ഥം. അപ്പൊ നമ്മളൊരു യഥാർത്ഥ ഭക്തനെ കണ്ടുമുട്ടിയ നമ്മൾക്ക് എന്ത് വരണം? ഭക്തി നമുക്ക് ഉണ്ടാകും, തന്നെത്താനെ നമുക്ക് ഉണ്ടാകും. എന്ത്? ഭക്തി. കാരണം ആ യഥാർത്ഥ ഭക്തന്റെ ഉള്ളിലാണ് ആരിയ്ക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരും? ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരെ കണ്ടാലാണ് നമുക്ക് നാമം ജപിക്കാൻ സാധിക്കുന്നത്. നമ്മള് അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? നാമം ജപിക്കണം എന്ന് തോന്നും. അവരാണ് ആര്? യഥാർത്ഥ ഭക്തന്മാര്. അതായത് ആ ഒരു വ്യക്തിയെ കാണുമ്പോ തന്നെ നമുക്ക് എന്ത് തോന്നും? നാമം ജപിക്കാനായിട്ട്. അങ്ങനെയുള്ളവര് യഥാർത്ഥ ഭക്തന്മാരാണെന്ന് പറയാം. ആരെ കണ്ടാലാണോ? അപ്പൊ നമ്മളെ കണ്ടാൽ നമുക്ക് നാമം ജപിക്കാൻ തോന്നില്ല അല്ലെ? പക്ഷെ അങ്ങനത്തെ ഭക്തന്മാരുണ്ട്. ആ ഭക്തനെ കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? നാമം ജപിക്കാനായിട്ട് തോന്നും. അപ്പൊ അങ്ങനെയുള്ളവരാണ് ആര്? യഥാർത്ഥ ഭക്തന്മാരെന്ന് പറയുന്നത്. അവരുടെ ഉള്ളിലാണ് ആരിയ്ക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാന്റെ തിരുനാമം ഉരുവിട. പിന്നെ ഭഗവാന്റെ നാമം ജപിക്കുന്നത്. സദാ ഭഗവത് കീർത്തനങ്ങൾ പാടുന്ന നാരദന്റെ കയ്യിലെ വീണ കമ്പികളുടെ കമ്പനങ്ങൾ പുണ്യാത്മാക്കൾക്ക് കേൾക്കാൻ കഴിയുമത്രേ. ഇതേ കമ്പനങ്ങൾ എന്റെ കർണപടങ്ങൾ കടന്നിരിക്കുന്നു. ഞാൻ സദാ ഭഗവത് സാന്നിധ്യം അനുഭവിച്ചറിയുന്നു. ഭൗതിക സുഖത്തോടുള്ള എന്റെ ആസക്തി ക്രമേണ ഇല്ലാതാകുന്നു. അപ്പൊ ഭഗവാന്റെ നാമം ജപിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഭഗവാന്റെ നാമം എത്രത്തോളം നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുന്നു, അത് കേട്ടുകൊണ്ടിരിക്കുന്നോ, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരാണ്? നമുക്ക് പരിപൂർണത, പരിശുദ്ധിയിലേക്ക് നമ്മൾ എത്താണ് ചെയ്യുന്നത്. അങ്ങനെ അത് കേൾക്കുമ്പോൾ എന്റെ കർണപുടങ്ങളിൽ അത് കേൾക്കും തോറും എന്താണ്? ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു. ഭൗതിക സുഖത്തോടുള്ള നമ്മുടെ ആസക്തി ഇല്ലാതാകുകയും ചെയ്യുന്നു. അപ്പൊ എത്രത്തോളം നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നോ, അത് കേട്ടുകൊണ്ടിരിക്കുന്നോ, നമുക്ക് ഭഗവാനോടുള്ള ഒരു ആസക്തി വരുന്നത് മാത്രമല്ല, ഭൗതികമായിട്ടുള്ള ആസക്തി നമ്മുടെ ഇല്ലാതാകുകയും ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിയാനും നമുക്ക് സാധിക്കും എന്നാണ് എന്ത് പറയുന്നത്? ഭഗവാന്റെ നാമം ജപിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇനി മധുരാവാസം. രൂപഗോസ്വാമി പറയുന്നത്: പക്ഷികളുടെ കളകൂജനം കൊണ്ട് മുഖരിതമായ കദംബ വൃക്ഷങ്ങളുടെ ഇടയിൽ യമുനാ തീരത്ത് നിൽക്കുന്ന ഭഗവാന്റെ സുന്ദര രൂപം ഞാൻ ഓർക്കുന്നു. ഈ ഓർമ്മകൾ സൗന്ദര്യത്തിന്റെയും പരമാനന്ദത്തിന്റെയും അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന്റെ അലകൾ സദാ എന്നിൽ വന്നടിക്കുന്നു. അപ്പൊ രൂപഗോസ്വാമി പറയുന്നത് പക്ഷികളുടെ കളകൂജന കൊണ്ട് മുഖരിതമായിട്ടുള്ള കദംബ വൃക്ഷങ്ങളുടെ ഇടയിൽ യമുനാ തീരത്ത് നിൽക്കുന്ന ഭഗവാന്റെ സുന്ദര രൂപം, ഭഗവാന്റെ ആ സുന്ദര രൂപം, കദംബ വൃക്ഷത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ഭഗവാന്റെ ആ സുന്ദര രൂപം ഓർക്കാണ്. ഈ ഓർമ്മകള് സൗന്ദര്യത്തിനും പരമാനന്ദത്തിന്റെയും അതീന്ദ്രിയമായ സാക്ഷാത്കാരത്തിന്റെ അലകൾ സദാ എന്നില് വന്നടിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ കുറിച്ച് ഓർക്കും തോറും ഭൗതിക ലോകത്തിലേക്ക് ഒരിക്കലും മടങ്ങണ്ട എന്ന് തോന്നിപ്പിക്കുന്ന മനോഹരമാണ് മധുരാമണ്ഡലം. അപ്പൊ നമുക്ക് ഈ മധുരാമണ്ഡലം എന്ന് പറയുന്നത് ഈ ലോകത്തിലേക്ക്, ഭൗതിക ലോകത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരണ്ട എന്ന് തോന്നിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള അതാണ് എന്ത്? ഈ മധുരാമണ്ഡലം എന്ന് പറയുന്നത്. അത്രയും പ്രധാനപ്പെട്ടതും വിശേഷപ്പെട്ടതാണ് എന്ത്? മധുരാമണ്ഡലം എന്ന് പറയുന്നത്. മധുരയും വൃന്ദാവനവും സർവാതിശയായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഈ വിശേഷങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അത്രയും വിശേഷപ്പെട്ട സ്ഥലത്താണ് എന്തുള്ളത്? മധുര വൃന്ദാവനം സ്ഥിതി ചെയ്യുന്നത്. അത്രയും വിശേഷപ്പെട്ട സ്ഥലത്താണ് മധുര വൃന്ദാവനം സ്ഥിതി ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഈ സ്ഥലങ്ങൾക്ക് നമ്മുടെ അതീന്ദ്രിയ ഭാവങ്ങളെ ആവാഹിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അതല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് സാധിക്കില്ല? ഇപ്പൊ മധുര വൃന്ദാവനത്തിൽ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന അല്ലെ? മധുര വൃന്ദാവനത്തിൽ പോകുമ്പോൾ നമുക്കത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഓരോരുത്തരും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ശരിക്കും മധുരയിൽ പോയിട്ടുള്ളവരുണ്ടോ? വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവര്? ഹരേ കൃഷ്ണ. വൃന്ദാവനത്തിൽ പോയിട്ടുണ്ട്. എന്താ തോന്നിയിട്ടുള്ളത്? ഭയങ്കര ഭക്തിയാണ്.
കുറേ വർഷം മുന്നേ പോയതാണ്. ഭയങ്കര അനുഭൂതിയാണ്. നമുക്കത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും? ശരിക്കും എന്താ പറയാ, നമ്മൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണ്ട, അവിടെ നിന്നാ മതി തോന്നുന്നു. അവിടെ നിന്നാ മതി എന്ന് തോന്നുന്നു നമുക്ക് അല്ലെ. അതായത് നമുക്ക് അവിടെ ചെല്ലുമ്പോ തന്നെ നമ്മളെ മനസ്സില് നമ്മള് ഭഗവാൻ ചവിട്ടി നടന്ന മണ്ണാണ് മധുരയില്. ഇപ്പൊ ഭഗവാൻ ഓടി ചാടി കളിച്ച് നടന്ന സ്ഥലം, ആ മരം ഭഗവാൻ കയറി കളിച്ചിരുന്ന മരം, അതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരാണ് നമുക്കുള്ളിൽ തോന്നുന്നത് അല്ലേ. അതെ അതെ അതെ. സ്ഥലങ്ങളിൽ പോകുന്ന പോലെല്ലാം മധുരയിലും വൃന്ദാവനത്തിലും പോകുമ്പോ നമുക്കത് തോന്നുന്നത്. അപ്പൊ അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കുന്നത്? നമ്മുടെ ഉള്ളില്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ആരുണ്ട്? ഭഗവാനുണ്ട്. ആ അതീന്ദ്രിയമായിട്ടുള്ള ഭാവത്തിനെ ആവാഹിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എവിടെ? എന്തുകൊണ്ടാണത്? കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുകയാണ്. ശരിക്കും ഭഗവാന്റെ ഒരു സാന്നിധ്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത്തരം അതീന്ദ്രിയ ഭാവങ്ങൾ മധുരയിലോ വൃന്ദാവനത്തിലോ കടക്കുന്ന നിമിഷത്തിൽ തന്നെ മാറ്റമില്ലാതെ നമ്മിൽ ഉണർത്തപ്പെടുന്നു. അപ്പൊ നമ്മൾ ഈ വൃന്ദാവനം മധുരയിലേക്ക് കടക്കുമ്പോ തന്നെ നമ്മളിൽ എന്ത് വരാണ്? നമ്മളിൽ ഈ ഭാവം വരാണ് ചെയ്യുന്നത്. മധുര വൃന്ദാവനം വിശേഷപ്പെട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഭഗവാൻ അവതരിച്ച സ്ഥലമാണ് എന്ത്? ഭഗവാന്റെ ലീലകൾ മുഴുവൻ നടന്നത് വൃന്ദാവനത്തിലാണ്. അപ്പൊ വൃന്ദാവനത്തിലെ ഒരു പുൽക്കൊടിക്ക് പോലും എന്തുണ്ട്? ഭഗവാനെ കുറിച്ച് പറയാനുണ്ടാവും. അത്രയും വിശേഷപ്പെട്ടതാണ് എന്ത്? മധുര വൃന്ദാവനം എന്ന് പറയുന്നത്. ശ്രീല പ്രഭുപാദരുടെ വൈദികം. ഈ 5 തൂണുകളിൽ ശ്രീല പ്രഭുപാദർ ഇസ്കോൺ നിർമ്മിച്ചു. ആഡംബര മൂർത്തിയാരാധന, ദിവസേനയുള്ള ഭാഗവതം ക്ലാസ്, ഭക്തന്മാരുടെ കൂട്ടായ്മ, നാമസങ്കീർത്തനം രാവിലെയും വൈകുന്നേരവും, മായാപൂരിലെയും വൃന്ദാവനത്തിലെയും വാർഷിക ഉത്സവങ്ങൾ. അപ്പോ ഈ 5 കാര്യങ്ങൾ ശ്രീല പ്രഭുപാദരുടെ വൈദിക്യം എന്ന് പറഞ്ഞപ്പോ പ്രഭുപാദർ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഈ 64 നിയാമക തത്വങ്ങളിൽ ആ ലാസ്റ്റത്തെ 5 എണ്ണത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ എന്ത് ചെയ്തത്? ഇസ്കോൺ നിർമ്മിച്ചത്. മൂർത്തി ആരാധന, ശ്രീമദ് ഭാഗവതം ക്ലാസ്. ഇസ്കോന്റെ എല്ലാ ക്ഷേത്രത്തിലും ഒരു സമയം, ഒരു നിശ്ചിത സമയത്ത് എന്നും എന്ത് നടന്നിരിക്കും? ഭാഗവതം ക്ലാസ് നടന്നിരിക്കും. അത് എവിടെയായാലും എന്തുണ്ടാവും? ആ ക്ലാസ്സുകൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും. അത് പിന്നെ നാമജപം എന്തായാലും ഉണ്ടാവും, മൂർത്തി ആരാധന എന്തായാലും ഉണ്ടാവും, സത്സംഗം അതും എന്താണ്? ഇസ്കോണില് നടക്കുന്ന ഒരു കാര്യമാണ്. മായാപൂരിലെയും വൃന്ദാവനത്തിലെയും വാർഷിക ഉത്സവങ്ങൾ. ഈ 5 ഭക്തിപരമായ പ്രവർത്തനങ്ങൾ ഒരു പ്രാരംഭ ഭക്തൻ പോലും ഭക്തിജന്യമായ ഹർഷോന്മാദം ഉളവാക്കാൻ പോന്നത്ര ശക്തമാണെന്ന് രൂപഗോസ്വാമി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഭാവഭക്തി ഉണർത്തുന്നതിൽ ഇസ്കോൺ ഏറ്റവും ശക്തമാണ്. അപ്പോ നമ്മുടെ ഉള്ളിലായ ഒരു ഭാവഭക്തി ഉണ്ടാക്കാനായിട്ട് ഇസ്കോണിന് സാധിക്കുന്നത്, നമ്മൾ ഡെയിലി ഇത് ചെയ്തു പോകുന്നത് അത്രയും അത്യാവശ്യമാണ് എന്ന് പറഞ്ഞത്. ഒരു പ്രാരംഭ ഭക്തന് പോലും എന്ത് സാധിക്കും? ഭക്തിയിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ത്? ഈ പറഞ്ഞ 5 കാര്യങ്ങൾ. ഏതൊക്കെയാണ്? മൂർത്തി ആരാധന, ഭാഗവത ശ്രവണം, നാമജപം, സത്സംഗം, മധുരാവാസം. ഈ 5ഉം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും വിശേഷപ്പെട്ടതാണ്. ഒരു ഭക്തന് ഭക്തിയിലേക്ക്, ഒരു വ്യക്തിക്ക് ഒരു ഭക്തിയിലേക്ക് ഉയർന്നു വരാനായിട്ട് ഏറ്റവും ചെയ്യേണ്ടതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള, നമ്മൾ പറഞ്ഞ ഈ 64 നിയാമക തത്വങ്ങളെല്ലാം നമുക്ക് ഒരേപോലെ പാലിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഈ 5 എണ്ണം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ ആദ്യത്തെ 3 എണ്ണം നമുക്കറിയാം. കാരണം ആദ്യത്തെ 3 എണ്ണത്തിൽ കൂടി നമുക്ക് എന്തിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ? അത് നമ്മൾ പറഞ്ഞു, ഗുരുവിനെ കുറിച്ച് പറഞ്ഞില്ല, ഒരു വാതിലാണത്. ആ വാതിൽ തുറന്നാലേ നമുക്ക് അതിലേക്ക് അകത്തേക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പൊ ആദ്യത്തെ 3 എണ്ണം പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ 20 എണ്ണം, 10 എണ്ണം ചെയ്യേണ്ട കാര്യങ്ങളും പിന്നത്തെ 10 എണ്ണം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതും നമുക്ക് വേണ്ടതാണ്. പിന്നെ വന്നിരിക്കുന്ന ഈ ലാസ്റ്റത്തെ 5 എണ്ണം, ഇത് നമ്മൾ ഡെയിലി ചെയ്തു പോകേണ്ടതാണ്. അതാണ് ഇതില് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപത രൂപേശ്ച കൃപാ സിന്ധോഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്.